കാസർഗോഡ് ജില്ലയിൽ സ്വകാര്യ ബസ്സുകൾ നടത്തിയ പണിമുടക്ക് പൂർണ്ണം. സമരത്തോടനുബന്ധിച്ച് രാവിലെ വിദ്യാനഗറിലെ കളക്ടറേറ്റിലേക്ക് നടത്തിയ മാർച്ചിൽ ബസ് ഉടമകളും ജീവനക്കാരുമായി നൂറുകണക്കിന് ആളുകൾ പങ്കെടുത്തു. This news sponsored by ഗുണമേന്മയോട് കൂടിയ ഉൽപ്പന്നങ്ങൾ മിതമായ നിരക്കിൽ ശ്രീകൃഷ്ണ ഹാർഡ്വെയർസ് MG റോഡ് കാസർഗോഡ്. KSRTCയിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര അനുവദിച്ചതോടെ സ്വകാര്യ ബസ്സുകളുടെ വരുമാനം കുത്തനെ കുറഞ്ഞെന്ന് ചൂണ്ടിക്കാട്ടിയാണ് കാസർഗോഡ് ജില്ലയിൽ സ്വകാര്യ ബസ്സുകൾ സൂചനാ പണിമുടക്ക് നടത്തിയത്. കേരള സ്റ്റേറ്റ് പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് ഫെഡറേഷന്റെയും മുഴുവൻ തൊഴിലാളി സംഘടനകളുടെയും സംയുക്താഭിമുഖ്യത്തിലായിരുന്നു സമരം. സ്വകാര്യ ബസ്സുകൾ ഒന്നും തന്നെ നിരത്തിലിറങ്ങാത്തതിനാൽ KSRTC ബസ്സുകളിൽ അഭൂതപൂർവമായ തിരക്ക് അനുഭവപ്പെട്ടു. പലയിടത്തും വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ള യാത്രക്കാർ വലഞ്ഞു. ഉൾനാടൻ പ്രദേശങ്ങളിലെ ആളുകളെയാണ് സമരം സാരമായി ബാധിച്ചത്. പണിമുടക്കിനോടനുബന്ധിച്ച് സമരാനുകൂലികൾ വിദ്യാനഗറിലെ കളക്ടറേറ്റ് കേന്ദ്രീകരിച്ച് മാർച്ചും ധർണയും നടത്തി. ബസ് ഉടമകളും തൊഴിലാളികളുമായി നൂറുകണക്കിന് ആളുകൾ അണിചേർന്ന സമരം കളക്ടറേറ്റ് പരിസരത്തെത്തിയതോടെ പ്രതിഷേധത്തിന്റെ അലകടലായി മാറി. കേരള സ്റ്റേറ്റ് പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് ഫെഡറേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ശരണ്യ മനോജ് സമരം ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ ജില്ലാ പ്രസിഡന്റ് K ഗിരീഷ് അധ്യക്ഷനായി. ജില്ലാ സെക്രട്ടറി T ലക്ഷ്മണൻ സ്വാഗതം പറഞ്ഞു. സംഘടനയുടെ ഹോസ്തൃക് കാസർഗോഡ് താലൂക്ക് കമ്മിറ്റികളുടെ സെക്രട്ടറിയും സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളുമായ AV പ്രദീപ് കുമാർ, മുഹമ്മദ് കുഞ്ഞി, സംസ്ഥാന കമ്മിറ്റി അംഗം PA മുഹമ്മദ് കുഞ്ഞി, കാഞ്ഞങ്ങാട് താലൂക്ക് പ്രസിഡന്റ് M ഹസൈനാർ, കാസർഗോഡ് താലൂക്ക് പ്രസിഡന്റ് ബാലകൃഷ്ണൻ, ഹോസ്തൃക് താലൂക്ക് പ്രസിഡന്റ് M ഹസൈനാർ, വിവിധ തൊഴിലാളി സംഘടനാ നേതാക്കളായ ഗിരികൃഷ്ണൻ, KV ബാബു, പത്മനാഭൻ തുടങ്ങിയവർ സംസാരിച്ചു. ജില്ലാ കമ്മിറ്റി അംഗം സുബ്ബണ്ണ ആൾവ നന്ദി പറഞ്ഞു. KSRTCയുടെ പ്രിയദർശിനി പദ്ധതിയിലെ സൗജന്യയാത്ര വിദ്യാർത്ഥികൾക്കും 65 വയസ്സിന് മുകളിലുള്ള സ്ത്രീ പുരുഷന്മാർക്കും മാത്രമായി നിജപ്പെടുത്തുക, 50% ഡീസൽ സബ്സിഡി നൽകുക, റോഡ് നികുതി പൂർണ്ണമായും ഒഴിവാക്കുക, അന്തർ സംസ്ഥാന ടൗൺ ടു ടൗൺ ബസ്സുകളിൽ സൗജന്യയാത്ര ഒഴിവാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ മുൻനിർത്തിയാണ് കാസർകോട്ടെ സ്വകാര്യ ബസ്സുകൾ സർവീസുകൾ പൂർണ്ണമായും നിർത്തിവെച്ച് സൂചനാ സമരം നടത്തിയത്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.